ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ ശിക്ഷ പല നിലയിൽ മനുഷ്യനെ പ്രാപിക്കുന്ന ഒരു അവസ്ഥയിലൂടെയാണ് ജീവിതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് തെറ്റ് ചെയ്താൽ മാത്രം എന്ന അവസ്ഥയിലല്ല. ശിക്ഷ എന്നതുകൊണ്ട് പലപ്പോഴും അർത്ഥമാക്കപ്പെടുന്നത് വേദനിക്കപ്പെടുന്ന സുഖകരമല്ലാത്ത അവസ്ഥകളെ കുറിച്ചും പറയാറുണ്ട്. ചിലപ്പോൾ ഖബർ സ്നേഹം കൊണ്ടും സ്വാലിഹീങ്ങളെ ഞെരുക്കിയിട്ടുണ്ട്. ഒരു ശിക്ഷ എന്ന നിലയിലപ്പുറം ആ ഒരു അവസ്ഥ എന്നത് ഒരു മനുഷ്യന് സന്തോഷത്തിന് വിരുദ്ധമായി വരുന്ന ഒരു കാര്യം എന്ന നിലയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മഹാന്മാരായ പലരുടെയും ജീവിതത്തിൽ ഇത്തരത്തിൽ വേദനിക്കപ്പെടുന്ന പല കാര്യങ്ങളും ഒരു തെറ്റ് ചെയ്യാനിട്ടും അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള അവസ്ഥകളെ തരണം ചെയ്യാനുള്ള ഒരു വലിയ ആയുധം അത് ദിക്റാണെന്ന് മഹാന്മാരായ സ്വഹാബത്ത് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മഹാനായ സ്വഹാബി ശ്രേഷ്ഠൻ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും അദ്ദേഹം പഠിച്ചെടുത്ത ഒരു അറിവാണ്. മഹാനവറുകൾ പറയുന്നു, മാ അമലു ബിനി ആദമ അമലൻ അൻജാലഹു മിൻ അദാബില്ലാഹി തആല മിൻ ദിക്രില്ലാഹ്. ഒരു ആദം സന്തതി ഒരു അമല് ചെയ്യുന്നുവെങ്കിൽ ആ അമല് മുഖേന അള്ളാഹു അവന് നൽകുന്ന പ്രയാസങ്ങളെ തരണം ചെയ്യാൻ ഏറ്റവും സുരക്ഷിതമായി അവന്റെ കൂടെ ഉണ്ടാകുന്ന ഒരേ ഒരു അമല് അത് ദിക്റാണെന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറയുന്നു. അള്ളാഹുവിങ്കിൽ നിന്നും വരുന്ന എല്ലാ വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കും തടസ്സം നിൽക്കാൻ, റബ്ബിന്റെ മുന്നിൽ കാവലായി നിൽക്കാൻ നമ്മുടെ ദിക്ർ പ്രതിബന്ധം തീർത്തുകൊണ്ട് നമുക്ക് വരാനിരിക്കുന്ന ഇടങ്ങേറ് പ്രയാസങ്ങൾക്ക് കാവൽ നിൽക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് കേട്ടിരുന്ന മറ്റൊരു സ്വഹാബി ചോദിക്കുന്നുണ്ട്, വലൽ ജിഹാദ് ഫി സബീലില്ലാഹ്, ദിക്റിനേക്കാളും ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധം ചെയ്യല്, ആ അമലിന് ജിഹാദിന് ഈ പരിഗണന കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ വലൽ ജിഹാദ് ഫി സബീലില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിനേക്കാൾ അപ്പുറം അവനിൽ നിന്നും വരാവുന്ന പ്രയാസങ്ങൾക്ക് പ്രതിബന്ധം തീർത്ത് പ്രതിരോധം തീർക്കാൻ ജിഹാദ് കൊണ്ടൊന്നും പറ്റൂല, ദിക്ർ തന്നെയാണ് അതിന് പരിഹാരം എന്ന് മഹാനായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മറുപടി കൊടുക്കുകയാണ്. എന്നിട്ട് മഹാനവറുകൾ അതിന് തെളിവായി പരിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ ശകലം സൂറത്തുൽ അൻകബൂത്തിന്റെ 45-ാമത്തെ ആയത്തിൽ നിന്നും ഉദ്ധരിച്ചു, വലദിക്റുല്ലാഹി അക്ബർ, അള്ളാഹുവിന്റെ ദിക്റാണ് ഏറ്റവും വലുത് എന്ന് മഹാനവറുകൾ ചോദ്യകർത്താവായ മറ്റു സ്വഹാബിയോട് ഉദ്ധരിച്ചതായും മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പോ അള്ളാഹുവിൽ നിന്നും നമുക്ക് വരുന്ന വിഷമങ്ങൾ, പ്രയാസങ്ങൾ അത് വരാതെ കാവലായി നിൽക്കും, റബ്ബിന്റെ മുന്നിൽ കാവൽ തേടി നിൽക്കും നമ്മൾ ചൊല്ലുന്ന ദിക്റുകൾ. ഇത് ഭൗതിക ജീവിതത്തിൽ നമുക്ക് കാണാം, മരണാനന്തരവും നമുക്ക് കാണാൻ കഴിയും. ഇമാം ഖത്തീബ് തിബ്രിസിയെ പോലെയുള്ളവരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളുടെ തുടക്കത്തിലും ത്വഹാറത്തിന്റെ ബാബിൽ മഹാന്മാരായ മുഹദ്ദിസീങ്ങൾ ഉദ്ധരിക്കുന്നതുമായ വളരെ വിശ്രുതമായ ഒരു ഹദീസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കാണ്. എന്താണ് ഹദീസ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബികളുമായി സഞ്ചരിക്കുമ്പോൾ ഒരു അപരിചിതമായ ഒരു പ്രദേശത്തെത്തിയപ്പോൾ മൺകൂനകളില്ലാതെ മണ്ണിങ്ങനെ പരന്നു കിടക്കുന്ന ഒരു സ്ഥലം, ഖബറുണ്ട് എന്ന് പോലും തോന്നൂല. ഖബർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും മണ്ണ് ഉയർത്തി വെച്ചിരിക്കുന്ന ഒരു രൂപമാണല്ലോ. ഒരാളെ മറവ് ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ. ഖബർ എന്ന് തോന്നുന്ന രീതിയല്ല, പരന്നു കിടക്കാണ് മണ്ണ്. അവിടെ ഖബറുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ രണ്ടുപേരെ മറവ് ചെയ്തിട്ടുണ്ട്. ആ രണ്ടുപേരും ഇന്നഹുമാ യുഅദ്ദബാനി, ഈ ഖബറിന്റെ അകത്ത് ആ രണ്ടുപേരും ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ശിക്ഷ അനുഭവിക്കുന്നത് അവരുടെ ദൃഷ്ടിയാൽ വലിയ തെറ്റ് എന്ന് തോന്നിയ കാര്യം ചെയ്തതിന്റെ പേരിലല്ല, അവരെ സംബന്ധിച്ച് നിസ്സാരമായി കണ്ട കാര്യം അവർക്ക് പതിവായിരുന്നു. ഒന്ന്, മൂത്രമൊഴിച്ചാൽ വൃത്തിയാക്കാറില്ല. രണ്ടാമത്തെ ആള് നമീമത്ത് പറയുന്നത് നിസ്സാരമായിട്ട് കണ്ടു. ഏഷണി പറയുന്നതിന് വലിയ പ്രാധാന്യമൊന്നും കൊടുത്തില്ല. ഏഷണി പറയുന്നതിന്റെ ഗൗരവം മനസ്സിലാക്കാതെ ഏഷണി പറയൽ പതിവാക്കിയിരുന്നു. ഈ രണ്ട് തെറ്റുകളുള്ളതിന്റെ പേരിൽ ഖബറിൽ രണ്ടുപേർക്കും ശിക്ഷയുണ്ട്. ഖബർ ഉണ്ട് എന്ന് സ്വഹാബത്തിന് ബോധ്യപ്പെട്ടു, ഖബറിൽ ശിക്ഷയുമുണ്ടെന്ന് ബോധ്യപ്പെട്ടു. എന്താ പരിഹാരം? ഒരു മാനുഷിക പരിഗണന ഉണ്ടല്ലോ,
അവരൊന്ന് രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു കൊടുക്കുക. ദുനിയാവിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എന്താ അത് മാക്സിമം ചെയ്തു. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ഈത്തപ്പനയുടെ 2 പച്ചമടല് കൊണ്ടുവന്ന് കുത്തിവെക്കാൻ പറഞ്ഞു. എന്തിനാണ്? ഈ 2 പച്ചമടലുകൾ അവിടെ ഉണങ്ങാതെ നിൽക്കുന്നിടത്തോളം കാലം ഈ ഖബറാളിക്ക് വേണ്ടിയിട്ട് തസ്ബീഹ് ചൊല്ലുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ദൃഷ്ടിയ ജീവനില്ല എന്ന, അല്ലെങ്കിൽ നമ്മെ പോലെ ശാരീരികമായ പല നിലക്കുള്ള ആകാര സൗകര്യങ്ങളില്ല എന്ന സങ്കല്പത്തിലുള്ള ഈ മടല്, അത് തസ്ബീഹ് ചൊല്ലിയാൽ ആ തസ്ബീഹ് എന്ന ദിക്റിന്റെ പവർ കൊണ്ട് ഖബറിലെ ശിക്ഷ ലഘൂകരിക്കും എന്നാണ് ഈ പഠിപ്പിച്ചത്. അപ്പോൾ അല്ലാഹുവിന്റെ ഏറ്റവും അക്രമുൽ ഖൽഖായ മനുഷ്യൻ, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം വലഖദ് കറംനാ ബനി ആദം, മനുഷ്യനെ അല്ലാഹു പ്രകീർത്തിച്ചത് മറ്റു സൃഷ്ടികളിൽ നിന്നും വളരെ മനോഹരമായ സൃഷ്ടിപ്പും വിവേകവും ഉണ്ട് എന്നൊക്കെയാ. അള്ളാഹുവിന്റെ ആദരവ് പിടിച്ചു പറ്റി ഈ മഹാനായ സൃഷ്ടി ദിക്ർ ചൊല്ലുമ്പോ അള്ളാഹു എത്ര പരിഗണന കൊടുക്കുക. ഒരു പച്ച മടല് ചൊല്ലുന്ന തസ്ബീഹിന് അള്ളാഹു നൽകുന്ന പരിഗണനയേക്കാൾ എത്രയോ വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് ഖബറിന്റെ സമീപം നിന്നുകൊണ്ട് നമ്മൾ ഓതുമ്പോഴും ദിക്ർ ചൊല്ലുമ്പോഴുമെല്ലാം ഖബറാളിക്ക് ആശ്വാസമാണ്. തസ്ബീഹ് ചൊല്ലുന്ന കാലത്തോളം, ഈ പച്ച മടലുകൾ ഉണങ്ങാത്ത കാലത്തോളം ഈ ഖബറുകളിൽ അദാബ് ഇല്ലെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ കാരണം? തസ്ബീഹ് എന്ന ദിക്ർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കൊണ്ടുവരികയാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ഉള്ളോടത്ത് അദാബില്ല, വെളിച്ചമുള്ളോടത്ത് ഇരുട്ടില്ല എന്ന പോലെ. അപ്പോൾ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യർക്ക് പോലും അള്ളാഹുവിന്റെ അദാബ് ഏൽക്കാതിരിക്കാൻ വേണ്ടി ഹബീബായ നബി തങ്ങൾ ദിക്റിന്റെ മാർഗമാ കാണിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ദിക്ർ വലിയ പവറാണ്. ഏത് ദിക്റുകളും നമുക്കതിനു വേണ്ടി ഉപയോഗപ്പെടുത്താം. ഖബറിന്റെ സമീപത്തിരുന്ന പഴയ കാലത്ത് ഖത്മുൽ ഖുർആൻ തീർത്തിരുന്നു. എന്റെ കാരണം ഒരു സാധാരണ തസ്ബീഹിന് പോലും ഖബർ ശിക്ഷയിൽ ഖബറിന്റെ സമീപം ഒരു സാധാരണ തസ്ബീഹ് വെറും പച്ച മടല് ചൊല്ലിയാൽ പോലും ഖബറിൽ ശിക്ഷയ്ക്ക് ഇളവുണ്ടെങ്കിൽ ഖബറിന്റെ സമീപത്ത് മടലല്ല, അള്ളാഹു ആദരിച്ച സൃഷ്ടിയായ മനുഷ്യനാണ്. സാധാരണ തസ്ബീഹല്ല ചൊല്ലുന്നത്. ഏറ്റവും വലിയ സത്യമായ ഖുർആൻ, ഏറ്റവും അഫ്ദലായ തസ്ബീഹും ഏറ്റവും അഫ്ദലായ തക്ബീറും ഏറ്റവും അഫ്ദലായ ദിക്റുമായ ഖുർആനെ തന്നെ ഓതിയാൽ ആ ഖബറിൽ ഒരു ശിക്ഷ ഉണ്ടാവില്ല. പച്ചമടല് ചൊല്ലിയ സാധാരണ തസ്ബീഹ് പോലെയല്ല അക്രമുൽ ഖൽഖായ ആദരണീയ സൃഷ്ടിയായ മനുഷ്യൻ ചൊല്ലുന്ന ഓതുന്ന പരിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ, വചനങ്ങൾ ഖബറിൽ എത്രമാത്രം ശിക്ഷയ്ക്ക് തടസ്സമായി നിൽക്കും. അതുകൊണ്ടാണ് പഴയ കാലത്ത് മരണം സംഭവിച്ചാൽ ഖബറിന്റെ സമീപം ഖത്തം പുരകൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നത്. ഖത്തം പുര, കത്തപ്പുര എന്ന് പറയും ഞങ്ങളുടെ നാട്ടില്. ഖത്തമുൽ ഖുർആൻ തീർക്കാൻ വേണ്ടി ചെറിയ ചെറിയ ഷെഡുകൾ കെട്ടിവെക്കും. അവിടെ ഇരുന്നു കൊണ്ട് കത്തപ്പുരയിലിരുന്നു ഓത്തായിരുന്നു. ഖത്തം പുരകൾ അന്നുണ്ടായത് ഈ കാരണം കൊണ്ടാണ്. ദിക്റിന്റെ മഹത്വമാണ്, തസ്ബീഹിന്റെ മഹത്വമാണ്. ഇനി ഞാനൊന്ന് പറയട്ടെ, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു അമലുണ്ട്. ആ അമല് ജീവിതത്തിൽ ഒരാൾക്ക് ഒരു പ്രാവശ്യം ചെയ്യാൻ പറ്റും. ആ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടില്ല, നിലവിൽ ഇതുവരെ ആ അമല് നമ്മൾ ചെയ്തിട്ടില്ല. അത് ചെയ്യേണ്ട അന്ന് വൃത്തിയായി കൃത്യമായി ചെയ്യാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഏറ്റവും അഫ്ളലായ അമല്, ഏറ്റവും ഉത്കൃഷ്ടമായ അമല് ഒരു സൃഷ്ടി ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യുന്ന ഒരു അമലുണ്ട്. അത് ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ചെയ്യേണ്ട അന്ന് അള്ളാഹു അത് വൃത്തിയായി ചെയ്യാൻ ഭാഗ്യം നൽകട്ടെ. അങ്ങനെ ഒരു അമലുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതാണ് അമല്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരു പ്രാവശ്യം ചൊല്ലൽ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഒരു പ്രാവശ്യം ചൊല്ലലാണ് അമല്. എപ്പോഴാ ചൊല്ലേണ്ടത്? ആ അമല് ഏറ്റവും അഫ്ളലായ അമലാവാൻ കാരണം ആ അമല് ചെയ്യേണ്ട സമയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. എപ്പോഴാണിത് ചൊല്ലേണ്ടത്? ചൊല്ലുന്ന ആളുടെ അവസാന നിമിഷത്തിൽ കെലിമയാവലാണത്. ചൊല്ലേണ്ട ആളുടെ ആരാണോ ഏറ്റവും വലിയ അഫ്ളലായ അമൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു പ്രാവശ്യം ചൊല്ലി ആ വലിയ കൂലി നേടാൻ പോകുന്നത്, അവൻ ചൊല്ലേണ്ട സമയം അവന്റെ മരണത്തിന്റെ തൊട്ട് മുന്നേ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. അപ്പൊ ദിക്ർ ചൊല്ലിയുള്ള ആ മരണം നമ്മെ കൊണ്ടുപോയി എത്തിക്കുന്നത് സ്വർഗത്തിലാണ്. കണ്ടോളൂ ഹദീസിൽ കാണാം,
മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു കേട്ട് പഠിച്ച ഒരു ഹദീസ്, സ്വഹാബത്തിൽ നിന്നും പഠിച്ച ഒരു ഹദീസ്. ഒരിക്കൽ ഒരു സ്വഹാബി ഹബീബായ നബിയോട് ചോദിച്ചുവത്രേ, യാ റസൂലല്ലാഹ് അയ്യുൽ അമലി അഫ്ളൽ, നബിയെ ഏറ്റവും ഉത്കൃഷ്ടമായ ശ്രേഷ്ഠതയുള്ള ഒരു അമൽ പറഞ്ഞു തരുമ്പോ, നിസ്കാരമുണ്ട്, ഹജ്ജുണ്ട്, ജിഹാദുണ്ട്, ഒരുപാട് അമലുണ്ട്. ശ്രേഷ്ഠത എന്ന് എപ്പോഴും നമ്മൾ പറയണ്ടെങ്കിലും ഇവിടെ ശ്രദ്ധിച്ചോ, ഒരു മനുഷ്യൻ ഒറ്റ പ്രാവശ്യം പറയേണ്ടതും അവസരം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാകുന്നതുമായ സന്ദർഭത്തിൽ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ് ഏറ്റവും അഫ്ളലായ അമല്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൻതമൂത വലിസാനുക റത്ബുൻ ബിദ്ദിക്രില്ലാഹ്, അല്ലാഹുവിന്റെ ദിക്റിലായി നനഞ്ഞു കിടക്കുന്ന നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കലാണ് ഏറ്റവും അഫ്ളലായ അമല് എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നമ്മൾ ചിന്തിക്കണം, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടിയിട്ട് അവസാനം നമുക്ക് അവസരം കിട്ടുമോ? എങ്ങനെയാ അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവിന്റെ തുമ്പിലേക്ക് വരാ? ജീവിതത്തിൽ ഒരാൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വർത്തമാനം എന്തോ അതായിരിക്കും അയാളുടെ അവസാനം നാവിൽ എത്തുക എന്ന് പരിശുദ്ധ ഖുർആൻ. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്. ഖുർആൻ പറയുന്നു, ലോകത്തെ ഏറ്റവും ഉറപ്പുള്ള വർത്തമാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ഉറപ്പുള്ള വർത്തമാനം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏറ്റവും ഉറപ്പുള്ള വർത്താനം സഹൽ ഫൈസി എന്ന വ്യക്തി ഞാൻ ആണ് എന്ന് പറയലാണോ? എനിക്ക് ആ കാര്യത്തിൽ ഉറപ്പില്ല. കാരണം ഞാൻ ജീവിച്ചിരിക്കുന്ന അത്രേ അതിനെ പറ്റിയുള്ള ഒരു ഉറപ്പ് എനിക്ക് പറയാൻ പറ്റൂ. പക്ഷേ ലോകം സൃഷ്ടിക്കുന്നതിന് മുന്നേ, ലോകം സൃഷ്ടിച്ചത് മുതൽക്കേ, ലോകം നിലനിൽക്കുന്ന കാലങ്ങൾ മുഴുവനും, ലോകത്തെ ഏതെല്ലാം അവസ്ഥകളിലും, ഭൂമി കുലുങ്ങിയാലും, ഭൂമി വിറച്ചാലും, തകർന്ന തരിപ്പണമായാലും, വെള്ളപ്പൊക്കം വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് മാറ്റമില്ല. അർശിന്റെ തൂണുകളിൽ പോലും ഇത് കൊത്തിവെക്കപ്പെട്ടത് കണ്ടിരുന്നു സയ്യിദുനാ ആദം അലൈഹിസ്സലാം. അബൂ നുഐം തന്റെ ഹിൽയയിൽ ഹദീസ് പറയുന്നത് കാണാം. അത്രത്തോളം ഉറപ്പുള്ളതും ശാശ്വതമായതും ഏറ്റവും വലിയ സത്യമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്. മുഅ്മിനീങ്ങളെ ഈ വചനത്തിൽ അല്ലാഹു ഉറപ്പിച്ചു നിർത്തുമെന്ന് ഖുർആൻ. ഈ ആയത്ത് അവതരിക്കുന്നത് സൂറത്ത് ഇബ്രാഹീമിന്റെ 27-ാമത്തെ ആയത്താണിത്. ഈ ആയത്ത് അവതരിക്കുന്ന പശ്ചാത്തലം മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ ഇമാം ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു, സ്വഹാബികൾ കരയുന്ന ഒരു നേരത്താണ് ഇത് ഇറങ്ങുന്നത്. ആരാ ഏറ്റവും കൂടുതൽ കരഞ്ഞത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. പുന്നാര നബി തങ്ങളുടെ പൊന്നുമോൻ ഇബ്രാഹീമിനെ ഖബറിലേക്ക് വെക്കുന്ന നേരത്താണ് ഈ ആയത്ത് ഇറങ്ങുന്നത്. അള്ളാന്റെ റസൂൽ ആ പൊന്നുമോന് വേണ്ടി ദുആ ചെയ്യാ. ആ പൊന്നുമോന് തൽഖീൻ ചൊല്ലി കൊടുക്കാണ്. ആർക്ക്? പ്രായപൂർത്തിയാവാത്ത കുഞ്ഞിന് പോലും ഹബീബിന്റെ പോലെയുള്ള ഒരു ദുആ വേണമെന്നോ, ഹബീബ് ചൊല്ലിക്കൊടുക്കുന്ന തൽഖീൻ വേണമെന്നോ? ഞാൻ മരിക്കുന്ന നേരം എന്റെ ഹബീബ് ഇല്ലെങ്കിൽ എനിക്ക് ഇതൊക്കെ ആരാ ചൊല്ലിത്തരാ? എനിക്ക് വേണ്ടി ആരാ ദുആ ചെയ്യാ? ഇതങ്ങ് ഓർത്തപ്പോൾ പൊട്ടിക്കരഞ്ഞു പോയി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. പേടിക്കണ്ട, വിഷമിക്കണ്ട. യുസബ്ബിതുല്ലാഹുല്ലദീന ആമനൂ ബിൽ ഖൗലി സാബിത്. ജീവിതത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളെ അല്ലാഹു അതിൽ നിലനിർത്തും ഉമറേ എന്ന് സമാശ്വസിപ്പിക്കാൻ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് പരിശുദ്ധ വഹ്യ് ഇറങ്ങുകയാണ്. ഓർത്തു നോക്കിയേ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദിനെ. മഹാനവറുകൾ സുബഹി ബാങ്കിന് ഉത്തരം കൊടുത്തുകൊണ്ട് സുബഹി ബാങ്കിന്റെ അവസാനത്തെ വചനം ലാ ഇലാഹ ഇല്ലല്ലാഹും അതിന് മറുപടിയായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുമ്പോൾ തന്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനം പറഞ്ഞ വാക്കുമായി ബാങ്കിനോട് പൂർണ്ണമായ വിധേയത്വം കാണിച്ചുകൊണ്ട്, അദബ് കാണിച്ചുകൊണ്ട്
മഹാനായ ശംസുൽ ഉലമ ബാങ്കിന്റെ മറുപടിയിലൂടെ ലോകത്തിന് പഠിപ്പിച്ച ഏറ്റവും വലിയ ഉദാഹരണം ആ ജീവിതത്തിന്റെ അവസാനമാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചെറിയ കാര്യമൊന്നുമല്ല അത്, ചെറിയ കാര്യമല്ല. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ ഉച്ചരിക്കുന്ന കാര്യമായിരിക്കും ആ നേരത്ത് പറയാ. നമ്മുടെ ശരീരം ചിലത് ശീലിക്കണം. ഇപ്പൊ നമുക്കൊരു വേദന വന്ന അല്ലോന്നൊരു വിളിയുണ്ട് അല്ലെ, എന്റെ ഉമ്മാന്നൊരു വിളിയുണ്ട്. ഒന്ന് കാല് വഴുതി പെട്ടെന്ന് വീണ എന്റെ ഉമ്മോ എന്ന് പറയും അല്ലെ. എന്ത് കാരണം? നമ്മുടെ ശരീരം അങ്ങനെ പറയാൻ ശീലിച്ചു. നമ്മുടെ ശരീരം എപ്പോഴും പറഞ്ഞു ശീലിച്ചു. ആദ്യം പറഞ്ഞത് അതാണ്, ഉമ്മ അമ്മ എന്ന് പറഞ്ഞത്. കാരണം പ്രത്യേകം ഊർജം അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ലല്ലോ. ആ ഉ എന്ന് പറയുമ്പോൾ അത് അനിഷേധ്യമായി വരുന്ന നിശ്വാസവായുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശബ്ദവും ധ്വനിയുമാണ് ആ അല്ലെങ്കിൽ ഉ എന്നുള്ളത്. ഉമ്മ എന്നുള്ളത് മനുഷ്യന്റെ ചുണ്ടിന്റെ അടിസ്ഥാന രൂപം അടഞ്ഞിരിക്കണം എന്ന അവസ്ഥയാണ്. അത് സ്വാഭാവികമായും സംഭവിക്കേണ്ടതാണ്. അതങ്ങനെ അടഞ്ഞു പോന്നപ്പോ ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോൾ എത്ര വർഷം നമ്മുടെ ചുണ്ട് കൂട്ടിമുട്ടുന്നുണ്ട്. അനിഷേധ്യമായി സംഭവിക്കുന്ന ആ ഒരു പ്രവൃത്തിക്ക് വേറെ ഊർജം വേണ്ടി വന്നില്ല. അതുകൊണ്ട് ശരീരം ഏറ്റവും കൂടുതൽ ഊർജം നഷ്ടപ്പെടുന്ന സന്ദർഭത്തിലും പറയുന്ന ആദ്യത്തെ വാക്ക് ഉമ്മ അമ്മ എന്നൊക്കെ. കാരണം എന്താന്ന് വെച്ചാൽ ശരീരം അങ്ങനെ ശീലിച്ചു. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നാവിന്റെ തുമ്പിലെപ്പോഴും പതിവുള്ള മനുഷ്യന്റെ ഏറ്റവും വലിയ വിഫൽ ഘട്ടം, അവനെ അദാബ് പോലെ പ്രാപിക്കുന്ന ഘട്ടം അവന്റെ മരണനേരമാണ്. ആ സമയത്ത് അവനെ രക്ഷപ്പെടുത്തുന്നത് അവന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ആരുടെയെങ്കിലും അവസാനത്തെ വചനം അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗത്തിൽ കടന്നുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ കൂടുതൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാല അങ്ങനെ എത്താൻ കഴിയാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മലക്കുകൾ വന്നിട്ട് പറയും, എടോ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് കുറെ ചൊല്ലിയവനല്ലേ, നിന്റെ മരണം എളുപ്പമാവട്ടെ, നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങളുണ്ട്. നീ വിഷമിക്കണ്ടടാ, നീ സങ്കടപ്പെടണ്ട, നീ സ്വർഗം കൊണ്ട് സന്തോഷിച്ച് ഇതാ നീ നിനക്ക് പാർക്കാനുള്ള സ്വർഗം എന്ന് പറഞ്ഞ മലക്കുകൾ ഇറങ്ങി വന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു മരണം ഉണ്ട് എന്ന് ഖുർആൻ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تستهي أنفسكم ولكم ما تدعون نزلا من غفور رحيم أو كما قال പരിശുദ്ധ ഖുർആൻ. മലക്കുകൾ ഇറങ്ങി വന്നിട്ട് പറയും. എപ്പോഴാ മലക്കുകൾ ഇറങ്ങി വരാ? ആരുടെ അടുക്കലാ മലക്കുകൾ ഇറങ്ങി വരാ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. മനസ്സ് 100% ഉൾക്കൊണ്ടതാ, 1000 വട്ടം നമ്മുടെ നാവിൽ വന്നതാ, നമ്മെ സംരക്ഷിക്കുന്നത് അള്ളയാണെന്ന്, നമ്മുടെ റബ്ബ് അള്ളയാണെന്ന് നമ്മൾ അംഗീകരിച്ച് പറഞ്ഞവരാ. ആ പറയലും അംഗീകരിക്കലും ആ നിലപാടും നിലനിർത്തി കൊണ്ടുപോകുന്ന അവസ്ഥയെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇസ്തിഖാമത്ത് എന്ന പ്രയോഗത്തിലാ. സുമ്മസ്തഖാമൂ. എന്നോട് ചോദിച്ചാൽ നീ അള്ളാഹനെ വിശ്വസിക്കുന്നവനാണോ എന്ന് ചോദിച്ചാൽ ഉവ്വ എന്ന് പറയുന്നവനാ ഞാൻ. നിങ്ങളോട് ചോദിച്ചാൽ അതെ ഞാൻ അള്ളാഹനെ വിശ്വസിക്കുന്നവളാണ് എന്ന് പറയുന്നവരാ നിങ്ങള്. അങ്ങനെയെങ്കിൽ നമ്മോട് പറയുന്നു ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്. പറഞ്ഞാൽ മാത്രം പോരാ, പറഞ്ഞോടത്ത് ജീവിതത്തെ പിടിച്ചു കെട്ടാൻ നമുക്ക് കഴിയുന്ന ഒരവസ്ഥയുണ്ടാവണം. അതിന് പറയുന്ന പേരാണ് ഇസ്തിഖാമത്ത്. സുമ്മസ്തഖാമൂ. ഇസ്തിഖാമത്ത്, ഇസ്തിഖാമത്തിന്റെ ജീവിതം ഉണ്ടായാൽ തതനസ്സലു അലൈഹിമുൽ മലായിക. അവന്റെ അടുക്കലേക്ക് മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയുമല്ല തഖാഫു, വിഷമിക്കണ്ട. ഏത് സമയം നമ്മുടെ ശരീരം വല്ലാതെ അവശതയാകുന്നു, അതുപോലെ അതിനു മുന്നേ നമ്മുടെ ശരീരം ക്ഷീണിച്ചിട്ടില്ല, അവശതയായിട്ടില്ല. നമ്മുടെ ആരോഗ്യം അതുപോലെ അതിനു മുമ്പ് ചോർന്നു പോയിട്ടില്ല. നമ്മൾക്ക് അതുവരെ ശരീരത്തിൽ വിയർക്കാത്ത ഒരു വിയർപ്പ് അന്ന് വിയർക്കുകയാ.
ആ ദിവസത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന സർവ്വ അവയവങ്ങളും ഉണരുകയാണ്. യാത്ര പോവേണ്ട മനുഷ്യനാണിത്. എവിടേക്കാണ് ഈ മനുഷ്യന്റെ യാത്ര? ഖബറിന്റെ ഇരുട്ടിന്റെ ഗഹ്വരങ്ങളിലേക്കുള്ള യാത്രയാണ്. ആ സമയം നമ്മുടെ ശരീരം ഒരു വിയർക്കലുണ്ട്. ആ വിയർക്കലിന്റെ നേരത്ത് എന്താണ് റബ്ബേ, ഇതൊരു പുതിയ അനുഭവമാണല്ലോ. ഇതിനു മുന്നേ ഇങ്ങനത്തെ ഒരു പ്രയാസത്തെ ഞാൻ അഭിമുഖീകരിച്ചിട്ടില്ല അല്ലാ എന്ന വിഷമത്തോടുകൂടെ നമ്മുടെ ശരീരം വിങ്ങുമ്പോൾ തതനസ്സലു അലൈഹിമുൽ മലായിക, ആ നേരം മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയും, അല്ലാ തഖാഫു, പേടിക്കണ്ട, പേടിക്കണ്ട, വലാ തഹ്സനൂ, ദുഃഖിക്കുകയും വേണ്ട, വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുന്തും തുഅദൂൻ. ഈ നാവ് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ വേണ്ടി ജീവിതത്തിൽ ഒരുപാട് പ്രാവശ്യം കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ഒരുപാട് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് ജീവിതത്തിന്റെ നല്ല കാലങ്ങളിൽ ചൊല്ലുകയും ചെയ്ത ദിക്ർ ചൊല്ലിയ മനുഷ്യനെ വഅബ്ശിറൂ ബിൽ ജന്നാ, നീ സ്വർഗ്ഗം കൊണ്ട് സന്തോഷിച്ചോ, ഇങ്ങനെ മലക്കുകൾ പറയും. ആപത്ത് ഘട്ടത്തിൽ നമുക്ക് ദിക്ർ രക്ഷയായി വരും എന്ന് മഹാന്മാർ പഠിപ്പിച്ചത് അതുകൊണ്ടാണ്. എപ്പോഴാ നമ്മൾ ദിക്ർ ചൊല്ലി തുടങ്ങാം? എപ്പോഴാ? റസൂലുള്ളാഹി പഠിപ്പിച്ച ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയുടെ ജാമിഉൽ ഹദീസിൽ ഒരു ഹദീസ് കാണാം. ഇഫ്തഹു അലാ സുബിയാനികും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് നിങ്ങളുടെ കൊച്ചുമക്കൾക്ക് നിങ്ങൾ തുറന്നു കൊടുക്കണം എന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴാണത്? തൊട്ടിലാട്ടുന്ന നേരത്താവാം, അമ്മിഞ്ഞ കൊടുക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് മാതാവ് കയ്യുകൊണ്ട് താളമിട്ട് താരാട്ട് പാടുന്ന നേരത്താവാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, താരാട്ട് പാട്ടുകളൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അത് വിവരമുള്ളവർ എഴുതി വെച്ചതാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മുടെ മക്കൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണേ, കേൾപ്പിക്കണേ. ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ വാങ്ക് വിളിക്കുമ്പോഴും വാങ്കിന്റെ അവസാനത്തെ ലഫ്ള് കടന്നു പോകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏത് വാങ്ക്? കുട്ടി പിറന്ന ഉടനെ ആദ്യം തന്നെ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റ് അദ്കാറുകളും കൊണ്ടാ ജീവിതം തുടങ്ങാം. അങ്ങനെയുള്ള മക്കള് വളരുമ്പോൾ ആ പാതയിൽ തന്നെയാണെങ്കിൽ അവന്റെ നാവിൽ ഒരുപാട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വരും. അവസാനം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കുകയും ചെയ്യും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് കുഞ്ഞാണെന്ന് പോലും അള്ളാഹുവിന്റെ ദീൻ ആ വിഷയത്തിൽ പരിഗണിക്കുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെറിയ കുട്ടികൾക്ക് പോലും അതിനോടൊരു ബന്ധമുണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഏറ്റവും വലിയ അമല് ഏത്, ഏറ്റവും അഫ്ളലായ അമല് ഏത് എന്ന് സ്വഹാബി ചോദിക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിക്ക് കൊടുക്കുന്ന മറുപടി, ദിക്ർ ചൊല്ലിയപ്പോൾ നനഞ്ഞ നാവ് കൊണ്ട് മരണനേരത്തൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ, അത്രയും വലിയ അമല് വേറെ ഇല്ല. മരണനേരത്ത് നിസ്കരിച്ചാൽ മതി, നിസ്കരിച്ചുകൊണ്ട് മരിച്ചാൽ മതി എന്നല്ല പറഞ്ഞത്, മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പൊ അതിനർത്ഥം ആ മരണത്തിന് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് അത്ര പ്രാധാന്യം ഉണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഉമിനീര് നനഞ്ഞത് ദിക്ർ കൊണ്ടാണെങ്കിൽ എന്ന് ഹദീസിൽ പറഞ്ഞു. ആ ഉമിനീരിനും ബറക്കത്തുണ്ട്, ആ ഉമിനീരിനും ബറക്കത്തുണ്ട്. ഉമിനീര് നനഞ്ഞത് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടാണ്, ദിക്ർ കൊണ്ടാണെങ്കിൽ ആ ഉമിനീരിന് ബറക്കത്തുണ്ട്. ആ ഉമിനീര് ആവശ്യമുള്ളതാണ്. താലിൽ ഖുർആൻ തുപ്പേണ്ടി വന്നാൽ തുപ്പലും വീഴാതിരിക്കൽ വേണ്ടതാണൊരഴുക്കിലും. അൽബറക്കത്തിൽ ഇത് വ്യക്തമായി പറയുന്നതാ, 121 നോക്കതിൽ ഉള്ളതാ. അള്ളാഹു മഹാനായ തഴവ ഉസ്താദിന്റെ ഖബർ സ്വർഗമാക്കട്ടെ. അൽബർക്കയിൽ പറയുന്ന സംഭവം എങ്ങനെ? ഒരാൾ തുപ്പണം, അതുവരെ അവൻ ദിക്ർ ചൊല്ലായിരുന്നു, അതുവരെ അവൻ ഖുർആൻ ഓതായിരുന്നു. എന്നാൽ ഈ തുപ്പിനീര് ചെന്ന് ചാടേണ്ടത് ശുദ്ധിയുള്ള ഒരു സ്ഥലത്താവണം. ദിക്ർ കൊണ്ടും ഖുർആൻ കൊണ്ടും ഉറവയെടുത്ത് ഉമിനീരിന് പോലും അതിൻ്റെതായ പവിത്രത മഹാന്മാർ കൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പടച്ച റബ്ബ് നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത നൽകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും നമുക്ക് പഠിപ്പിക്കുന്നത് കാണാം. ഒരാൾക്ക് ഈമാനുണ്ടോ? എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഈമാനുള്ളവരെ തിരിച്ചറിയാൻ കഴിയും. ഈമാനുള്ളവന്റെ അടയാളം റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്.
മുനാഫിഖാണോ തിരിച്ചറിയാൻ പറ്റും, മുനാഫിഖ് അല്ലാത്തവനെ തിരിച്ചറിയാൻ പറ്റും. പിശാചിന്റെ ശല്യമുണ്ടോ തടഞ്ഞു നിർത്താൻ പറ്റും. മാത്രവുമല്ല നരകത്തിൽ നിന്നും കാവല് നേടാൻ പറ്റും. ഹബീബ് പഠിപ്പിക്കുകയാണ്, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദിക്റുല്ലാഹി അലമുൽ ഈമാൻ. ദിക്ർ എന്നത് ഈമാന്റെ ചിഹ്നമാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരാളെപ്പോഴും ദിക്ർ ചൊല്ലുന്നവനായെന്നാൽ അതിനർത്ഥം അവന് ഈമാനുണ്ട്. വബറാഅത്തും മിനൻ നിഫാഖ്, കപട വിശ്വാസത്തിൽ നിന്നുള്ള ഒഴിവാവലാണ് ദിക്ർ ചൊല്ലല്. മാത്രവുമല്ല വഹിറുസും മിനശ് ശൈത്താൻ, പിശാചിൽ നിന്നുള്ള കാവലാണ് ദിക്ർ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് ദിക്ർ ചൊല്ലാനുണ്ട്, ഒരുപാട് ചൊല്ലണം ദിക്റുകൾ. ജീവിതത്തിൽ ഒരുപാട് രോഗങ്ങൾ വരാറുണ്ട്, പ്രയാസങ്ങളുണ്ട്. ദിക്റുകൾ കൊണ്ട് പരിഹാരമുണ്ട്, ദിക്ർ കൊണ്ട് പരിഹാരമുണ്ട്. രോഗങ്ങൾ പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ദിക്ർ കൊണ്ട് പരിഹാരമുണ്ട്. എങ്ങനെ പരിഹാരമുണ്ട്? അള്ളാഹുവിന്റെ അടുക്കൽ നിന്നും ഒരു വേദന വന്നാൽ അതിനെ പിടിച്ചു നിർത്താൻ ദിക്ർ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞ കാര്യം നമ്മൾ ഈ വിഷയം തുടങ്ങിയ ഇന്നത്തെ ദിവസത്തിന്റെ ആദ്യത്തെ ചർച്ച അതായിരുന്നുണ്ടോ? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നും ഒരു വിഷമവും പ്രയാസവും ഒക്കെ വരുമെങ്കിൽ അത് പിടിച്ചു നിർത്താൻ കഴിയുന്ന, അതിനെ തടഞ്ഞു നിർത്താൻ, അതിൽ നിന്നും രക്ഷപ്പെടുത്താൻ കഴിയുന്ന അമല് അത് ദിക്റാണെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ച പോലെ നമുക്ക് രോഗങ്ങളുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്, ഉദരരോഗങ്ങളുണ്ട്, മറ്റു പ്രയാസങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ രോഗമേതുമാവട്ടെ റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു ദിക്ർ അത് രാവിലെയും വൈകുന്നേരവും ചൊല്ലിയാൽ മതി. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ സ്വഹാബി അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഒരു ദിക്റിനെ കുറിച്ച്. ആ ദിക്ർ രാവിലെ സുബഹിയുടെ നേരത്താണ് ചൊല്ലേണ്ടത്. എല്ലാ ദിവസവും സുബഹിയുടെ നേരത്ത് 3 വട്ടം ചൊല്ലണം. പിന്നെ എല്ലാ ദിവസവും മഗ്രിബിന്റെ നേരത്ത് 3 വട്ടം ചൊല്ലണം. അങ്ങനെ ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ശാരീരികമായ ഒരു പ്രയാസം ഉണ്ടാവില്ല. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദിക്റായിട്ട് തന്നെ ചൊല്ലണം, മനസ്സിൽ തട്ടി ചൊല്ലണം. അതുകൊണ്ട് ഫലം ഉണ്ടാവും എന്ന് ചിന്തിച്ച് തന്നെ ചൊല്ലണം. ആദാബുകൾ, ദിക്റിനോടുള്ളതായ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ ചൊല്ലണം. ഏതാണ് ആ ദിക്ർ എന്നറിയുമോ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. പഠിച്ചു വെച്ചോ, ഹദീസിലുള്ളതാ. സുബഹിക്ക് 3 പ്രാവശ്യം, മഗ്രിബിനും 3 പ്രാവശ്യം. എന്തൊരു ചെറിയ ദിക്റാണ്. ശാരീരികമായ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ശാരീരിക മാത്രമല്ല, അവൻ ഒരു നിലക്കുമുള്ള പ്രയാസങ്ങളും ഉണ്ടാവൂല. ഇത് പറയുന്ന അബാൻ റളിയല്ലാഹു അൻഹു സഹാബത്തിന്റെ ഇടയിലിരിക്കുമ്പോൾ ചില സ്വഹാബികൾ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. മഹാനവറുകൾക്ക് ആ നോട്ടത്തിന്റെ ലക്ഷ്യം മനസ്സിലായി. മഹാനവറുകൾക്ക് അന്ന് മുഖത്ത് വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു, ശരീരത്തിന് നല്ല തളർച്ചയുണ്ടായിരുന്നു. കാരണം ഖദ് അസ്വാബഹു തുർഫു ഫാലിജ്, കഫം ശക്തമായതിന്റെ പേരിൽ വയറിളക്കം പോലെ ഒരു പ്രയാസമുണ്ടായിരുന്നു, ഉദരസംബന്ധമായ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ആ പ്രയാസമുള്ളതിന്റെ കൂടെയാണ് സ്വഹാബികളുടെ ഇടയിലിരുന്നിട്ട് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുന്നത്. ഒരു സ്വഹാബി ഇങ്ങനെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. ഇത് പറയുന്ന ആൾ നല്ല ക്ഷീണത്തിലാണല്ലോ. ഒരു സ്വഹാബി നല്ല സൂക്ഷിച്ചിങ്ങനെ നോക്കിയപ്പോൾ മഹാനായ അബാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ തൻദുറു ഇലയ്യ, നീ എന്തിനാ എന്നെ നോക്കുന്നത്? അമാ ഇന്നൽ ഹദീസ കമാ ഹദസ്തുക, ഞാൻ പറഞ്ഞ ഹദീസ് അതുപോലെ തന്നെ നീ നോക്കൊന്നും വേണ്ട. പക്ഷെ ഇന്ന് എനിക്ക് ക്ഷീണമുള്ളത് വലാകിന്നി ലം അഖുൽഹു, ഞാനത് ചൊല്ലാൻ വിട്ടുപോയി. എന്റെ ശാരീരികമായ പ്രയാസങ്ങൾ ഞാൻ തടഞ്ഞു നിർത്തിയത്, പിടിച്ചു നിർത്തിയത് ഈ ദിക്ർ കൊണ്ടാണ്. പക്ഷെ ഇന്ന് ഞാൻ ചൊല്ലാൻ വിട്ടുപോയി. കാരണം ലി യംദി അല്ലാഹു അലയ്യ ഖദ്റ, ഇന്നെനിക്ക് ഒരു പ്രയാസം വന്നെന്ന് അള്ളാഹു അങ്ങ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു ആ പ്രയാസം എന്നിൽ വരുത്താൻ ആ ദിക്ർ എന്നെ അങ്ങോട്ട് മറപ്പിച്ചു കളഞ്ഞ് എന്ന് മഹാനായ അബാൻ ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പൊ അത്രത്തോളം
അത്രത്തോളം ദിക്റുകളുടെ ഒരു പവിത്രത നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾക്കും ദിക്റുകൾ ഉപകാരപ്പെടാണ്. അതായത് രോഗങ്ങൾക്കാവാം, പ്രയാസങ്ങൾക്കാവാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എല്ലാത്തിലും ദിക്റ് ഒഴിവായിട്ട് ഒരു മൂമിനായ മനുഷ്യന്റെ ഒരു നിമിഷ നേരം പോലും ഈ ഭൂമിയിലില്ല. എന്താ പറഞ്ഞത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബാങ്കിന്റെ ലഫ്ദുകളൊക്കെ അള്ളാനെ ഓർക്കുന്ന കാര്യമില്ലേ? അള്ളാനെ ഓർക്കുന്ന എല്ലാം ദിക്റ. ഒരു ജീവിതം തുടങ്ങുന്നിടത്ത് നിന്ന് ദിക്ർ അങ്ങോട്ട് തുടങ്ങാം. കുട്ടി ജനിച്ചാൽ വാങ്ക് വിളിക്കണം, ഇഖാമത്ത് കൊടുക്കണം, പിന്നെ അവന്റെ തൊട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കണം. ഇങ്ങനെ അങ്ങോട്ട് പോന്നു അവസാനം അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടേ മരിക്കാവൂ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ദിക്ർ ഒഴിവാവുന്നില്ല. ഞാൻ കഴിഞ്ഞ ആദ്യ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു, ഇരുന്ന ഒരു ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് അപ്പുറത്തേക്ക് മാറുമ്പോഴാണെങ്കിലും അല്ലാഹ് അല്ലാന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ എന്നൊക്കെ പറഞ്ഞിട്ട് എണീക്കണം എന്ന ഫുഖഹ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി കണ്ടു നോക്കൂ, ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ സ്വർഗത്തിൽ പടച്ചിട്ട് ആദ്യം മഹാനവറുകൾ ഉച്ചരിച്ചതും അൽഹംദുലില്ലാഹ് എന്ന ദിക്റാണ്. നമ്മൾ ഉറങ്ങി എണീക്കുമ്പോഴും ആദ്യം തുടങ്ങുന്നത് ദിക്റാണ്, അൽഹംദുലില്ലാഹ്. ഉറങ്ങാൻ നേരവും ദിക്റാണ്. എപ്പോഴും ദിക്റുകളാണ്. ബാത്റൂമിൽ പോകുമ്പോൾ ദിക്റാണ്, ഇറങ്ങി വരുമ്പോൾ ദിക്റുകളാണ്. ദിക്ർ ഒഴിവാവുന്നില്ല. അതുകൊണ്ട് ഈ ജീവിതം അങ്ങനെ തന്നെ മുന്നോട്ട് പോവണം. കൂടെ ദിക്ർ എന്ന് പറയുന്ന ആയുധമുണ്ടാവണം. ഏത് ദിക്റും ചൊല്ലാം. നാവ് വെറുതെ ഇരിക്കാൻ പാടില്ല. അള്ളാഹു തരുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ദിക്ർ ചൊല്ലുന്ന നാവ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഹ്രസ്വമായ വാക്കുകൾ ഞാൻ നിർത്തുന്നു.